പാർലമെന്റ് തൽക്കാലത്തേക്ക് പിരിഞ്ഞു. ലോക്സഭ തൽക്കാലത്തേക്ക് പിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ ബഹളമായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്ന്. ഇതിനിടെ 8 സുരക്ഷാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. പാർലമെന്റിൽ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഓം ബിർള അടക്കം പറഞ്ഞത് ഈ പാർലമെന്റിനുള്ളിലാണ് ഈ പ്രശ്നങ്ങൾ നടന്നത്. സ്വാഭാവികമായി അത് അന്വേഷിക്കേണ്ടതുണ്ട്. ഹൗ ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൾസോ. ഓം ബിർള ഇത്തരം സംഭവങ്ങൾ നേരത്തെയും ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വി വിൽ ഡിസ്കസ് ഇറ്റ് സോ ദാറ്റ് സച്ച് ഇൻസിഡൻസ് ഡസ് നോട്ട് ടേക്കൺ പ്ലേസ് അഗെയിൻ. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം ഓം ബിർള ഹോം മിനിസ്റ്ററുടെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസ്താവന കൂടി ആവശ്യപ്പെട്ടു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം എല്ലാവരും ചേർന്ന് ഈ സംഭവങ്ങളെ അപലപിക്കണമെന്നാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. എവരിബഡി ഷുഡ് ബി കെയർഫുൾ വെദർ ഇൻ ഗവൺമെന്റ് ഓർ ഓപ്പോസിഷൻ. എല്ലാവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും വളരെ പ്രധാനമായി പ്രസ്താവന നടത്തുകയുണ്ടായി. സുവി വിശ്വനാഥ്. സുവി, പാർലമെന്റ് പിരിഞ്ഞിരിക്കുന്നു, മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെ ചൊല്ലി കടുത്ത പ്രതിപക്ഷ ബഹളമാണ് ഇന്ന് പാർലമെന്റ് ലോക്സഭയിൽ ഉണ്ടായത്. വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികളും മറ്റും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ആഭ്യന്തരമന്ത്രി പ്രസ്താവന ഇറക്കണം എന്നൊരു ആവശ്യം ഇവരുടെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. എന്നാൽ അത് ഇപ്പോൾ ആവശ്യമില്ല. ഇത് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇക്കാര്യത്തിൽ പിന്നീട് ഒരു ചർച്ചയാകാം എന്നാണ് ലോക്സഭാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി ഒരു ചർച്ച പിന്നീടാകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ ഇപ്പോൾ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും 8 സുരക്ഷാ ജീവനക്കാർക്കെതിരായ നടപടി എടുത്തിട്ടുണ്ട്. 8 സുരക്ഷാ ജീവനക്കാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും 2 മണിവരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്, സാഹചര്യം 2 മണിവരെ ഇപ്പോൾ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു. 8 സുരക്ഷാ ജീവനക്കാർക്ക് സസ്പെൻഷൻ ഉണ്ടായി എന്നുള്ളതും പ്രധാനപ്പെട്ട വിവരമാണ്. നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. അന്വേഷണം കൂടുതലായി ഉണ്ടാകും. സുവി, ഒപ്പം 8 സുരക്ഷാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മറ്റ് ഈ നേരത്തെ MP-ക്കെതിരെ നടപടി വേണം, ഈ പാസ് കൊടുത്ത മൈസൂർ MP-ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം അടക്കം ഉന്നയിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. മറ്റ് വിവരങ്ങൾ എന്താണ്? കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഏതായാലും കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. JPC അന്വേഷണം, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്നൊരു ആവശ്യവും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പാസ് അനുവദിച്ച BJP MP പ്രതാപ് സിംഹയ്ക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇയാളെ പുറത്താക്കണം എന്നൊരാവശ്യമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ ആവശ്യങ്ങളൊന്നും തന്നെ തൽക്കാലത്തേക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നൊരു നിലപാടാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ നേരത്തെയും പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട രാജ്നാഥ് സിംഗ് ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എല്ലാവരും ഇതിനെതിരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നേരിട്ടറിയാവുന്നവർക്ക് മാത്രമാണ് പാസ് ഇഷ്യൂ ചെയ്യാൻ പാടുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ഇതിനെ അപലപിക്കണം എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഏതായാലും ഇതുകൊണ്ടൊന്നും പ്രതിപക്ഷം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഏതായാലും ലോക്സഭ ഇപ്പോൾ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. കനത്ത പ്രതിപക്ഷ ബഹളവും പ്രതിഷേധവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. പ്രധാനമായും അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ പ്രസ്താവന ഇറക്കണം. പ്രതാപ് സിംഹനെ ഇതുമായി ബന്ധപ്പെട്ട് സുവി തുടരുക. രാജ്യസഭയിലും ബഹളമുണ്ട്. അവിടേക്ക് Can you imagine a member walking to this place? Shameful event! My head is in shame! Something has to be done. And the member, honorable member, is in the habit of playing hot and cold. He grows soft as a strategy gets into hot mood. Do you approve of it? Do you approve of a member walking here? I take very serious view, honorable members. The House is urgent to meet at noon. I invite leader of the opposition and floor leaders to see me in my chamber at 11:30.